ചായയും പഴംപൊരിയും കഴിക്കാൻ വന്നതാ. 2 പേർക്കുള്ളത് തന്നയക്കണം. അവർ റൂമിലാ. 3 പഴംപൊരി 3 ചായ റൂമിലേക്ക് വേണം. അതെന്താടി റൂമിലുള്ള 2 പേർക്ക് 3 എണ്ണം? അല്ല, നിങ്ങളുടെ റൂമിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരാളെ ബോക്സർ അമ്മായി, അവക്ക് 2 എണ്ണം വേണം. സ്റ്റാമിന നോക്കണ്ടേ അല്ലേ? ചേട്ടത്തി, ഇതൊന്നും ഇവിടെ അനുവദിച്ചു കൊടുക്കരുത് കേട്ടോ. ചേട്ടത്തി, ഇത് ഇവരുടെ സ്ഥിരം പരിപാടിയാ. ചേട്ടത്തി ഇതൊന്നും കാര്യാക്കണ്ട. അല്ല, ഇതില് നിങ്ങൾ എന്തിനാ ഇടപെടുന്നേ? മന്ദാകിനി ചേട്ടത്തി ഉണ്ടായിരുന്നപ്പോ ചെയ്തോണ്ടിരുന്നാണല്ലോ. മന്ദാകിനി ചെയ്തതുപോലെ ട്രേസി എടുത്ത് ചെയ്യണമെന്നില്ലല്ലോ. കഴിക്കാൻ വന്ന് കഴിച്ചിട്ടങ്ങ് പോയിക്കോ. ഞങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് അറിയാം. ചേട്ടത്തി, ഞങ്ങൾ ആരും ഇങ്ങനെ ചെയ്യാറില്ല. ഇവിടെ ആരും അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളും ചെയ്യണ്ട. ഞങ്ങൾക്ക് ഇഷ്ടം റൂമിൽ കൊണ്ടുപോയി കഴിക്കാനാ. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ താല്പര്യമില്ല. ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് റൂമിലാ, അതുകൊണ്ടല്ലേ. അവരോടെ ഇങ്ങോട്ട് വരാൻ പറ. വരാൻ പറ്റുന്നില്ലെങ്കിലേ അവരൊന്നും കഴിക്കണ്ട. എന്താടി ഇത്ര ചിരിക്കാൻ? ഇവിടെ കോമഡി സിനിമ നടക്കുന്നുണ്ടോ? കോമാളി. നീ എന്താടി വിളിച്ചത്? കോമാളി എന്നാ? കോമാളി നിന്റെ അമ്മൂമ്മ. നിർത്തടി. മാറിക്കണേ അങ്ങോട്ട്. നീയൊക്കെ ഇതിനകത്ത് അഭ്യാസം കാണിച്ച ചട്ടകത്തിന് തീർത്തുകളെ ഞാൻ. അവരല്ലേ വഴക്കിന് വന്നത്? നീയൊക്കെ എവിടെ പ്രശ്നം ഉണ്ടാക്കിയത്? ഞങ്ങൾ ഇതിനൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തത് എന്താണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇതെന്റെ അധികാര സ്ഥലമാണ്. ഇവിടെ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ നിന്നെയെല്ലാം ഞാൻ ഇവിടെ പട്ടിണിക്കിടും. ഫുഡ് കഴിക്കേണ്ടവർ ഇവിടെ വരണം. ഇവിടുന്ന് ഒരു സാധനവും പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ എന്നെ പുഴുങ്ങി തിന്നു. അമ്മായി, ഇതുപോലൊക്കെ തന്നെ ഇവിടെ ഉണ്ടാവണം. എങ്ങനെയുണ്ട് പിള്ളേരെ എന്റെ പെർഫോമൻസ്? സൂപ്പർ. അവളുമാരുടെ മുഖത്ത് അടി കിട്ടിയതുപോലെ ആയില്ലേ? ഇനി രാത്രിയാവുമ്പോ ചേട്ടത്തി 5 സുന്ദരിമാരുടെ റൂമിൽ ഇടിച്ചു കയറണം. പാതിരാത്രി അതിനകത്തൊരുത്തൻ ഒളിച്ചു കിടന്ന് ഉറങ്ങുന്നുണ്ടെങ്കിൽ അവനെ കൈയോടെ തൂക്കണം. അങ്ങനെ ഒരുത്തൻ അവരുടെ റൂമിലല്ല, ഈ ഹോസ്റ്റലിൽ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ഇടിച്ച് ഞാൻ അവന്റെ പരിപ്പിളക്കും. ചവിട്ടിക്കൂട്ടി നിങ്ങളുടെ മുന്നിലിട്ട് തരാം. ജയിലിൽ എന്റെ ചവിട്ടുകൊണ്ട് വീണവരാരും നേരെ ചൊവ്വ എഴുന്നേറ്റ് നടന്നിട്ടില്ല. ചേട്ടത്തി കയറി മേഞ്ഞോ? നിങ്ങൾ ശരിക്കും ഇടിയമ്മായി ആണെന്നേ എല്ലാവർക്കും ബോധ്യപ്പെടുത്തണം. എന്ത് വന്നാലും ഞങ്ങളുണ്ട് പിന്നില്. ഇനി ഞങ്ങൾക്കുള്ള പഴംപൊരി എടുത്തേക്ക്. ഞങ്ങൾ റൂമിൽ പോയി കഴിച്ചോളാം. ആരും കാണണ്ട, കൊണ്ടുപോയി കഴിച്ചു. പൊയ്ക്കോ, പോ. ഇനി മുതലേ ഞങ്ങൾ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ വരില്ല. ഞങ്ങൾക്കുള്ളതെല്ലാം ചേട്ടത്തി റൂമിലോട്ട് കൊണ്ടുവരണം. അതെല്ലാം ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. പൊയ്ക്കോ. ട്രേസി എടുത്ത് ഇതിനകത്ത് കയറ്റിയത് നമ്മുടെ നല്ല കാലം. പൊയ്ക്കോ. എങ്ങനെയുണ്ട് രസ്യമ്മയുടെ? ഞാൻ അകത്ത് കേറിയിട്ടുണ്ട് സാറേ. കേറിയതേ ഉള്ളൂ. ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തോണ്ടിരിക്കുക. ഞാൻ നിങ്ങൾ എന്തിനാ ഹോസ്റ്റലിലേക്ക് തള്ളിക്കയറ്റിയെന്നറിയാലോ. വൃന്ദ എസ് ഐ 5 സുന്ദരികളുടെ കൂട്ടത്തുനിന്ന് അവളെ കൊത്തിയെടുത്ത് എന്റെ മുന്നിലിട്ട് തരണം. അറിയാം സാറേ, ഞാൻ അവളെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർന്നിട്ടില്ല. ആരവെന്നൊരുത്തും അതിനകത്ത് ഒളിച്ച് താമസിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഫോട്ടോ സ്പോട്ടിൽ എടുത്ത് എനിക്ക് അയക്കണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാർ ആവശ്യപ്പെട്ട 2 കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നിരിക്കും. സാറിന്റെ അനിയനെ കൊന്നവനെ എന്റെ കയ്യിലെങ്ങാണം കിട്ടിയ അവനെ ചവിട്ടി ചുരുട്ടും ഞാൻ. സാറിന്റെ അച്ഛൻ കൃഷ്ണദാസ് സാറേ എന്റെ ദൈവമാ സാറേ, ദൈവം. അദ്ദേഹത്തിന്റെ മകനെ കൊന്നവനെ പിടികൂടേണ്ടതേ എന്റെയും കൂടെ ആവശ്യമാ സാറേ.
പൈസ നോക്കിയല്ല ഞാനിവിടെ ജോലിക്ക് കയറിയത്. സാറിനും സാറിന്റെ കുടുംബത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ആ സൂര്യമംഗലത്തിലെ പെണ്ണിനെ സാറിന്റെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ എത്തിച്ചു തന്നിരിക്കും. എനിക്ക് ട്രേസിയമ്മ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങളെ ഞാൻ അങ്ങോട്ട് അയച്ചത്. എനിക്ക് എന്റെ പ്രതികാരം നടക്കണം. ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ സാറേ. എന്നിട്ട് നമുക്ക് പണി തുടങ്ങാം സാറേ. എന്നാ നടക്കട്ടെ. രുദ്രൻ സാറിന്റെ ആഗ്രഹം സാധിച്ചു കൊടുത്താ പിന്നെ എന്നെ തഴയാൻ പറ്റില്ല. എന്നിട്ട് വേണം ചിലത് നേടാൻ. അപ്പോ ഇടിയമ്മായി ഇവിടെ വന്നത് കുശിനിപ്പണി ചെയ്യാനല്ല. ഉദ്ദേശം ഇതാണല്ലേ? ശരിയാക്കി തരാം. ഞാനാ അമ്മായി ചെയ്ത്. നിങ്ങളുടെ ലീലാവിലാസങ്ങള് ഇതിനകത്ത് നടക്കാൻ പോകുന്നില്ല. ജീവനുണ്ടോ? എന്താ അമ്മായി പേടിച്ചു പോയോ? ഇവിടെ എന്താ നടക്കുന്നേ? അയ്യോ, പാൽക്കാരൻ, ഒരു പാൽക്കാരൻ പയ്യന്റെ ആത്മാവ് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടെന്നാ കേട്ടെ. ശരിയായിരിക്കും. ഇതെവിടുന്ന ശബ്ദം? ഇതെന്താ? ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചില്ലായിരുന്നല്ലോ. പിന്നെ പിന്നെ എവിടുന്ന ശബ്ദം കേട്ടെ? ഇവിടെ എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇവിടെ എന്താ നടക്കുന്നേ? ഇനിയല്ലേ നടക്കാൻ പോകുന്നത്?